കേഡൽ ജീൻസൺ രാജ ഈ കേസ് വഴിതിരിച്ചുവിടാനുള്ള പല നീക്കങ്ങളും നടത്തിയിരുന്നു, തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് ആസ്ട്രൽ പ്രൊജക്ഷൻ, അതായത് ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദുർമന്ത്രവാദം എന്ന രീതിയിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്താൻ വേണ്ടിയാണ് കൂട്ടക്കൊലപാതകം നടത്തിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കേഡൽ ജീൻസൺ രാജ മൊഴി നൽകിയത്. പിന്നീട് തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ എന്തായാലും 8 വർഷത്തിന് ശേഷം പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് നന്ദൻകൂട് കൂട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന ആവശ്യവും മാനസിക വൈകല്യങ്ങളുണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങളും ഉൾപ്പെടെ ഒരുപക്ഷെ കോടതി അംഗീകരിച്ചിട്ടുണ്ടാകുമോ? വി അരുണിലേക്ക്. അരുൺ, തുടക്കം മുതൽ തന്നെ ഈ കേസിൽ പ്രതിഭാഗം വാദിച്ച കാര്യം ഈ പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വിചാരണ തുടങ്ങാൻ തന്നെ ഇത്രയധികം കാലതാമസം ഉണ്ടായത്. ഈ കേസിന്റെ വിധി വരുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ, അതായത് ഈ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊക്കെ ഒരുപക്ഷെ കോടതി പരിഗണിച്ച് കാണുമോ? ആദ്യം കോടതിക്കും ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം പ്രതിയുടെ മനോനില സംബന്ധിച്ച് ആദ്യം മെഡിക്കൽ ബോർഡ് മനോനില തകരാറിലാണ് അല്ലെങ്കിൽ മനോരോഗിയാണ് അയാളെന്ന റിപ്പോർട്ട് നൽകി. എന്നാൽ പോലീസ് അതുകൊണ്ട് തൃപ്തരായില്ല. കാരണം പോലീസ് ആദ്യ ഘട്ടം മുതൽ ഇയാൾക്ക് മനോരോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല, ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള ദുർമന്ത്രവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന അത്തരം ബ്ലാക്ക് മാജിക്കുകളുടെ ഒന്നും പിടിയിലല്ല. കൃത്യമായ ലക്ഷ്യത്തോടു കൂടി നടത്തിയ പക തീർക്കാൻ നടത്തിയ ക്രൂരമായ കൊലപാതകം തന്നെ നിലപാടിലായിരുന്നു അന്വേഷണ സംഘമുള്ളത്. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ആദ്യം അവർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കോടതിയെ കൂടി കൃത്യമായി ബോധിപ്പിക്കാൻ അവർ കഴിഞ്ഞില്ല. കോടതിയും എല്ലാ തെളിവുകളും വരട്ടെ, മെഡിക്കൽ ബോർഡ് വീണ്ടും ചേരട്ടെ എന്ന നിലപാടെടുത്തു. അവിടെയാണ് ഈ കേസിന്റെ വിചാരണ ഇത്രയധികം വൈകിപ്പോയത്. എന്നാൽ ഒടുവിൽ കോടതിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുകയായിരുന്നു. ഇയാൾ ചെയ്തത് ക്രൂരമായ കൊലപാതകം തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള മനോദൗർബല്യങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഇയാൾക്ക് ഉണ്ടായതില്ല. പകരം അച്ഛനോടുള്ള പക അത് ഒരു ക്രൂര കൊലപാതകത്തിലേക്ക്, കൂട്ടക്കുരുതിയിലേക്ക് ഇയാളെ നയിക്കുകയായിരുന്നുവെന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്നത് പൂർണ്ണമായും നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 26 മുതൽ 30 വർഷം വരെയെങ്കിലും ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സർക്കാരാണ് ഈ ശിക്ഷ, കോടതികൾ വിധിച്ച ശിക്ഷയ്ക്ക് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകാനുള്ളത്. സർക്കാരുകൾക്കാണ് അതിനുള്ള അധികാരമുള്ളത്, സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ് അധികാരമുള്ളത്. സ്വാഭാവികമായും ഏതെങ്കിലും ഘട്ടത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് ഏതെങ്കിലും കാലത്ത് ഇയാൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ തീരുമാനമെടുത്തില്ലെങ്കിൽ 26 മുതൽ 30 വർഷം വരെ ഇയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിൽ ആദ്യത്തെ 7 വർഷം വീട് കത്തിച്ചതിനാണ്, തെളിവ് നശിപ്പിക്കേണ്ട ഭാഗമായി വീട് കത്തിച്ചതിനാണ്. വീട് തീയിട്ടതിന് 7 വർഷം, 5 വർഷം തെളിവ് നശിപ്പിക്കലിന് ഉള്ള ശിക്ഷയാണ് ഇയാൾക്ക് ലഭിക്കുക. അങ്ങനെ 12 വർഷം, പിന്നീട് അടുത്ത 14 വർഷമെങ്കിലും ഇയാൾ 4 കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷയായ ജീവപര്യന്തം തടവ് അനുഭവിക്കണം. അങ്ങനെ ചുരുങ്ങിയത് 26 വർഷം, ഒരുപക്ഷെ 30 വർഷം വരെ ആകാം സർക്കാരുകളുടെ ഇടപെടലുണ്ടായി ശിക്ഷയിൽ ഇളവ് വരുത്തിയില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ വധശിക്ഷ എന്ന ആവശ്യം മുന്നോട്ട് വച്ചത് പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും ശിക്ഷാവിധിയിൽ പൂർണ്ണ തൃപ്തിയാണ് ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രകടിപ്പിച്ചത്. ഒരു തരത്തിലും അതിൽ തന്നെയാണ് ശിക്ഷാവിധിയിൽ തൃപ്തരെന്നാണ് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നത്. അരുൺ, സാധാരണഗതിയിൽ ഒരു കേസിൽ, ഒരു കൊലപാതക കേസിലോ ലൈംഗിക പീഡന കേസിലോ വിധി വരുമ്പോൾ അത് പൊതുസമൂഹത്തിനുള്ളൊരു സന്ദേശം കൂടിയാകും. പക്ഷെ ഇവിടെ നമുക്കറിയാം, ഈ കേസ് പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് കേരളമേറെ ചർച്ച ചെയ്ത മറ്റൊരു കേസ്, കാമുകനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത് ഈ സമീപകാലത്താണ്. പക്ഷേ അതിലും നിഷ്ഠൂരമായ രീതിയിൽ ഉറ്റവരെ, മാതാപിതാക്കളെ, സഹോദരി അടക്കം കൊലപ്പെടുത്തിയിട്ടും പ്രതിക്ക് യാതൊരു മാനസാന്തരവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും നമുക്കറിയാം ഈ കേസിന്റെ തെളിവെടുപ്പിനടക്കം ഈ പ്രതിയെ കൊണ്ടുവരുമ്പോൾ കേഡൽ ജീൻസൺ രാജ പുഞ്ചിരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ, ക്യാമറയ്ക്ക് മുൻപാകെ പ്രത്യക്ഷപ്പെട്ടത്. പുഞ്ചിരിച്ചുകൊണ്ടാണ് പോലീസിനോട് ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. മാത്രമല്ല അതിനുശേഷം ജയിലില് ഇയാൾ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ, സഹതടവുകാരനെ ആക്രമിച്ച സംഭവം, ഇപ്പോഴും യാതൊരു മാനസാന്തരവും ഇല്ല എന്ന അവസ്ഥ. മാത്രമല്ല മാനസിക വൈകല്യമുള്ള വ്യക്തിയാണെങ്കിൽ ഇയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ വീണ്ടും ഒരുപക്ഷെ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത, ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും എന്തുകൊണ്ടായിരിക്കാം ഈ കോടതി ഇത്തരം ഒരു വിധി, ഒരു ജീവപര്യന്തത്തിൽ മാത്രം കേഡലിന് ശിക്ഷ ഒതുങ്ങാനുള്ള കാരണം എന്തായിരിക്കാം?
തീർച്ചയായിട്ടും ആർക്കും തോന്നാവുന്ന ഒരു കാര്യം തന്നെയാണ്, സംശയം തന്നെയാണ് ടോം പ്രകടിപ്പിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ, കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടി ഇരിക്കുന്നു. ഇപ്പോൾ കോടതി വിധി പ്രസ്താവ സമയത്ത് വായിച്ച ഓർഡറിൻ്റെ അവസാന ഭാഗമാകാം ഒരുപക്ഷെ ഈ അഭിഭാഷകർക്കും ഇതുവരെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരമൊരു ശിക്ഷയിലേക്ക് പോകാത്തത്, എന്തുകൊണ്ട് ഇയാളിലെ തൂക്കുകയറുന്ന പരമാവധി ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ നൽകാത്ത ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. ഇയാൾ കുറ്റവാളിയെങ്കിൽ, ഇയാൾക്ക് മനോരോഗ പ്രശ്നമില്ലെങ്കിൽ, മാനസിക രോഗ പ്രശ്നങ്ങളില്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾ ഈ കൊലപാതകം ചെയ്യുമ്പോൾ അത്രയധികം ക്രൂരനാണ് ഇയാൾ? അതും കൊലപ്പെടുത്തിയത് അന്യരെയല്ല, ഏതെങ്കിലും തരത്തിൽ മറ്റു വൈരാഗ്യമുള്ള ആളുകളെയല്ല, സ്വന്തം അച്ഛൻ, അമ്മ, സഹോദരിയോട് ഇയാൾക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. അവസാനം ഭക്ഷണമായി കൊടുത്തത് പോലും ആ രീതിയിലാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം ഇഷ്ടമുള്ള, വിശ്വാസമുള്ള ആളുകളെ, അച്ഛനോട് പകയുണ്ട് സ്വാഭാവികമായും. ഇയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടുമൊക്കെ അച്ഛൻ നിരന്തരം ശകാരിക്കാറുള്ളതിൽ ഇയാൾക്ക് അച്ഛനോട് പകയുണ്ട്. പക്ഷെ മറ്റുള്ളവരെ എന്തിനെ എങ്ങനെ കൊലപ്പെടുത്തി? അങ്ങനെയെങ്കിൽ ഇയാൾ തീർച്ചയായും ഒരു അതിക്രൂരനായ കൊലയാളി തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷേ എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം കോടതി പരിഗണിച്ചത്? എന്താകാം ഇയാൾക്ക് ഈ ശിക്ഷയിൽ, ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരമാവധി ശിക്ഷയിലേക്ക് കോടതി പോകാത്തതിന് കാരണമെന്നൊക്കെ വിധി പകർപ്പ് പുറത്തുവരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പ്രോസിക്യൂഷൻ ഇതിൽ ആശ്വാസം പ്രകടിപ്പിക്കുന്നത്, സംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു കാരണം കൊണ്ടാണ് ഇയാൾ 26 വർഷം, ഇപ്പോൾ 37-38 വയസ്സാകുന്നു കേതൽ ജിൻസൺ രാജയ്ക്ക്. അയാൾ സ്വാഭാവികമായും ഒരു മനുഷ്യ ആയുസ്സിൻ്റെ ഏറിയ പങ്കും ജയിലിൽ കഴിയുമെന്ന് ഉറപ്പായിരിക്കുന്നു. കാരണം ഈ 30 വർഷം, 26 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരുമ്പോൾ തന്നെയും ഇയാൾ 60 വയസ്സൊക്കെ പിന്നിടുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇയാളുടെ കുറ്റവാളിക്ക് പുറത്തു വന്ന് ഇനിയും ഇത്തരം കുറ്റങ്ങൾ ആവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകില്ല. അത് നിയമം ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായി ഇയാൾക്ക് വേണ്ടി അപ്പീൽ പോകാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായേക്കാം. ഇയാൾക്ക് മറ്റേ നിയമസഹായം തേടിയും അപ്പീൽ പോകാൻ കഴിയും. എങ്കിലും കോടതികൾ ഇപ്പോഴത്തെ തെളിവൊക്കെ പരിഗണിച്ചാൽ അത്തരം ഇളവ് ഇയാൾക്ക് നൽകില്ല എന്ന ആത്മവിശ്വാസമാകാം ഒരുപക്ഷെ കോടതിക്കുള്ള. അത്രയധികം തെളിവുകൾ ഇയാൾക്ക് എതിരായി ഉണ്ട് എന്ന് കോടതി വിലയിരുത്തി കാണണം. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ ശിക്ഷ മതി, ഇയാൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കണം. തന്നെ ഇത്രയധികം സ്നേഹിച്ച, തന്നെ വലിയ സുഖലോലുപതയിൽ വളർത്തിയ കുടുംബത്തെ ഇങ്ങനെ ക്രൂരമായി മഴു കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ അതിക്രൂരനായ കൊലയാളി ജയിലിൽ ബാക്കിയുള്ള ജീവിതകാലം കഴിയട്ടെ എന്ന ഒരു നിലപാടാകാം ഒരുപക്ഷെ കോടതി സ്വീകരിച്ചത്. എന്തൊക്കെ ഘടകങ്ങളാണ് ഇയാളുടെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷയിൽ നിന്ന് ഇയാളെ ഒഴിവാക്കിയത്, എന്തെല്ലാം ഘടകങ്ങളാണ് ഈ ഒരു ശിക്ഷയിലേക്ക് ഇയാളെ എത്തിച്ചതെന്നൊക്കെ ആ വിധിന്യായത്തിന്റെ വിശദാംശങ്ങൾ, വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ വ്യക്തമാകും. ടോം, വ്യക്തമാണ്. വിനോദിലേക്ക് ഒരിക്കൽ കൂടി. വിനോദ്, ഈ കേസിലെ പ്രധാന സാക്ഷി കേഡലിന്റെ അമ്മയുടെ സഹോദരൻ, അതായത് കേഡലിന്റെ അമ്മാവൻ ജോസാണ്. ജോസിന് ഈ പിഴത്തുക നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ കേഡലിന്റെ മറ്റേതെങ്കിലും ബന്ധുക്കളോ മറ്റോ ഈ ശിക്ഷ വിധിക്കുന്ന സമയത്ത് കോടതിയിൽ ഉണ്ടായിരുന്നോ? അവരുടെ അതായത് ഇവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കളുടെയോ മറ്റു നാട്ടുകാരുടെ ആണെങ്കിലും പ്രതികരണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ? ജോസിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ഓരോ കൊലപാതകത്തിനും 3 ലക്ഷം രൂപ വീതമാണ്. അങ്ങനെ 12 ലക്ഷം രൂപയും